കേന്ദ്ര സർക്കാരിനെതിരെ സുപ്രീം കോടതി അഴിമതി നടന്നിട്ടുണ്ടെങ്കിൽ ഔദ്യോഗിക രഹസ്യ നിയമത്തിന്റെ ചിറകിനടിയിൽ ഒളിക്കാൻ സർക്കാരിന് കഴിയില്ലെന്ന് കോടതി. അഴിമതി ജുഡീഷ്യറിയുടെ പരിശോധനയിൽ നിന്ന് ഒഴിവാക്കാൻ രാജ്യസുരക്ഷ കാരണമാക്കാൻ കഴിയില്ല. വിശദാംശങ്ങൾ ഹരീഷ് നൽകും. ഹരീഷ്, ഇപ്പോൾ പല വിധത്തിലുള്ള വാദപ്രതിവാദങ്ങളുമായി എജിയും അതോടൊപ്പം തന്നെ ഭരണഘടനാ ബെഞ്ചിലെ ജസ്റ്റിസും വാദപ്രതിവാദങ്ങൾ ഉന്നയിക്കുമ്പോൾ ഈ ഒരു വിഷയത്തിൽ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുള്ള നിരീക്ഷണങ്ങൾ ഏതു തരത്തിലാണ്? രേഖകളുടെ ഉറവിടം വ്യക്തമാക്കണം അല്ലെങ്കിൽ വെളിപ്പെടുത്തണമെന്നുള്ള എജിയുടെ വാദത്തെ ഏതു തരത്തിലാണ് സുപ്രീം കോടതി പരിഗണനയ്ക്കെടുക്കുന്നത്? വിശദാംശങ്ങൾ. ക്രിസ്റ്റീന, മൂന്നംഗ ബെഞ്ചാണ് റഫാൽ വിഷയവുമായി ബന്ധപ്പെട്ട ഹർജി പരിഗണിച്ചത്. ഈ കേസ് തന്നെ ഇതിനു മുമ്പേ കേന്ദ്ര സർക്കാരിന് ക്ലീൻ ചിറ്റ് നൽകിയതും ഈ ബെഞ്ച് തന്നെയായിരുന്നു. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചിൽ തന്നെ KM ജോസഫും അതോടൊപ്പം തന്നെ സഞ്ജയ് കിഷൻ കൗൾ എന്നിങ്ങനെ 3 പേരാണ് ബെഞ്ചിലുണ്ടായിരുന്നത്. നിലവിൽ തന്നെ ഏറ്റവും വലിയ വാർത്ത, ഏറ്റവും ശ്രദ്ധേയപരമായ കാര്യം എന്ന് പറയുന്നത് അറ്റോർണി ജനറൽ ആയിരുന്ന KK വേണുഗോപാൽ കേന്ദ്രത്തിന് വേണ്ടി അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. റഫാലുമായി വിഷയവുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും ഇതുവരെ ANAയും അതുപോലെ തന്നെയുള്ള ദ ഹിന്ദു എന്ന ന്യൂസ് പേപ്പറും മറ്റു പ്രശാന്ത് ഭൂഷൺ അടക്കമുള്ള അഭിഭാഷകരും പല സ്ഥലങ്ങളിലും ചൂണ്ടിക്കാണിക്കും പ്രസിദ്ധീകരിച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ കേന്ദ്ര പ്രതിരോധ മന്ത്രാലയത്തിന്റെ കീഴിൽ നിന്ന് ചോർത്തപ്പെട്ട വാർത്തകളാണ്. അതെല്ലാം തന്നെ അവിടുന്ന് രേഖകളെല്ലാം തന്നെ അവിടുന്ന് മിസ്സായ രേഖകളാണ്. എല്ലാം തന്നെ മോഷ്ടിച്ചാണെന്നൊരു വാദം മുന്നോട്ട് വെച്ചിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നരേന്ദ്രമോദി എപ്പോഴും എടുത്തു പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം, രാജ്യം സുരക്ഷിതമാണ്, രാജ്യം എന്റെ കയ്യിൽ സുരക്ഷയായി നിൽക്കുന്നു, ഞാൻ രാജ്യത്തിന്റെ കാവൽക്കാരനാണ് അദ്ദേഹം എപ്പോഴും എടുത്തു പറയുന്നത്. പക്ഷേ എന്തായാലും ഒരു മന്ത്രാലയത്തിന്റെ കീഴിൽ നിന്ന് ഇങ്ങനെയുള്ളൊരു കേന്ദ്രത്തിന്റെ അല്ലെങ്കിൽ ഒരു കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ രാജ്യത്തിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ടുണ്ടായ ഏറ്റവും വലിയ ഒരു കരാർ ഇങ്ങനെ ചോർത്തപ്പെട്ടു എന്നൊരു കാര്യം വസ്തുതാപരമായ കാര്യമാണ്. അത് കേന്ദ്ര സർക്കാർ തന്നെ അംഗീകരിക്കും എന്നുള്ളത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ കാര്യങ്ങളെല്ലാം തന്നെ കഴിഞ്ഞ ദിവസമായി തന്നെ ഹിന്ദുവിന്റെ ചീഫ് എഡിറ്ററായിരുന്ന N റാം കഴിഞ്ഞ കുറെ ദിവസങ്ങൾ തന്നെ റഫാലുമായി ബന്ധപ്പെട്ട പല വാർത്തകളും പുറത്തു കൊണ്ടുവന്നിരുന്നു. ഇന്നും അദ്ദേഹം പല വാർത്തയും പുറത്തുണ്ട്. പക്ഷെ ആ വാർത്തയെല്ലാം തന്നെ മോഷ്ടിക്കപ്പെട്ടതാണെന്ന വാദമാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെക്കുന്നത്. കേന്ദ്രത്തിന്റെ സുരക്ഷയും അതുപോലെ തന്നെ രാജ്യത്തിന്റെ മൊത്തം സുരക്ഷയും അതിന്റെ പരമാധികാരവും മുൻനിർത്തിക്കൊണ്ട് തന്നെ നോക്കുമ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങൾ തന്നെ ജുഡീഷ്യറി കൈകടത്താൻ പാടുള്ളതല്ല എന്നൊരു വാദമാണ് കേന്ദ്ര സർക്കാർ പ്രധാനമായി തന്നെ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. നിലവിൽ തന്നെ വലിയൊരു വാഗ്ദാനങ്ങൾ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും അങ്ങോട്ടും തന്നെ ഒരു പോരാട്ടങ്ങൾ തന്നെ സുപ്രീം കോടതി ഇന്ന് ഉണ്ടായി എന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. KM ജോസഫ് ആയിരുന്നു പ്രധാനമായി തന്നെ ഇന്നത്തെ ഈ മൂന്നംഗ ബെഞ്ച് തന്നെ പല കാര്യങ്ങളും പ്രധാനമായി ചൂണ്ടിക്കാണിച്ചത്. നിലവിൽ തന്നെ KM ജോസഫും അതുപോലെ അറ്റോർണി ജനറൽ KK വേണുഗോപാൽ പല സന്ദർഭങ്ങളിലും വലിയ രീതിയിലുള്ള ഒരു പോരാട്ടങ്ങൾ തന്നെ നടന്നു സുപ്രീം കോടതി. ഇന്ന് രാവിലെ 12 കൂടി തന്നെ കേസ് നടപടി ആരംഭിച്ചു. പക്ഷെ എന്തായാലും 1 മണിയോട് കൂടി കോടതി പിരിഞ്ഞു. തുടർന്ന് 2 മണിക്ക് കോടതി വീണ്ടും ചേർന്ന ഇപ്പോഴാണ് കോടതി പിരിഞ്ഞിരിക്കുന്നത്. കാരണം നീണ്ട ഒരു വാദപ്രതിവാദങ്ങളായിരുന്നു കോടതി ഉണ്ടായിരുന്നത്. നിരപരാധിയാണെന്ന് തെളിയിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു പ്രതി രേഖകൾ മോഷ്ടിച്ച് ജഡ്ജിക്ക് മുമ്പാകെ ഹാജരാവുകയും ഈ രേഖകൾ മുഖാന്തരം പ്രതി നിരപരാധിയാണെന്ന് തെളിയുകയും ചെയ്താൽ കോടതി രേഖ സ്വീകരിക്കാൻ പറ്റുമോ, അത് ശരിയായ നടപടിയല്ലേ എന്നൊരു ചോദ്യം ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് മുന്നോട്ട് വെച്ചിരുന്നു. അപ്പോൾ രേഖയുടെ ഉറവിടം കാണിക്കണം എന്നൊരു വാദമാണ് അറ്റോർണി ജനറൽ മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ കേന്ദ്ര സർക്കാർ ഇപ്പോഴും മുന്നോട്ട് വെക്കുന്നു റഫാലുമായി ബന്ധപ്പെട്ട രേഖകൾ എവിടെ നിന്നാണ് ANAയും അതുപോലെ തന്നെ ഹിന്ദു അടക്കമുള്ളവർ കിട്ടിയത് എന്നുള്ള കാര്യത്തിൽ വ്യക്തമായി തന്നെ അതിന്റെ സോഴ്സ്, അതിന്റെ ഉറവിടം കാണിക്കുന്ന ഒരു വാദമാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും അതിലൊരു ശരിയായ നടപടി മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന നിലപാട് തന്നെ സുപ്രീം കോടതി ഉള്ളത്. കാരണം പ്രശാന്ത് ഭൂഷൺ, മുതിർന്ന അഭിഭാഷകൻ പ്രശാന്ത് ഭൂഷൺ എല്ലാം തന്നെ വളരെ ശക്തമായ രീതിയിൽ തന്നെ ഈ വിഷയം ചൂണ്ടിക്കാണിക്കുന്നു. അദ്ദേഹം പറഞ്ഞു ഈ ഉറവിടം നോക്കേണ്ട സാഹചര്യമില്ല, കേസിൽ ഒരു തീരുമാനം ഉണ്ടാവേണ്ടതുണ്ടെന്ന കാര്യമാണ് മുന്നോട്ട് വെക്കുന്നത്. കാരണം റഫാൽ വിഷയവുമായി ബന്ധപ്പെട്ടത് ഡിസംബർ 14 കേന്ദ്ര സർക്കാരിന് ക്ലീൻ ചിറ്റ് നൽകിയത് സുപ്രീം കോടതി. അന്ന് ഈ മൂന്നംഗ ബെഞ്ച് തന്നെയായിരുന്നു കോടതി വിധി പ്രസ്താവന നടത്തിയതും. പക്ഷെ അതിനുശേഷം തന്നെ നല്ലൊരു തരത്തിലുള്ള, കാരണം കൂടുതൽ തെളിവുകളുമായി കൊണ്ട് തന്നെ വളരെ വലിയ രീതിയിലുള്ള പുനഃപരിശോധനാ ഹർജിയാണ് പ്രശാന്ത് ഭൂഷണും അതുപോലെ തന്നെ മുൻ കേന്ദ്രമന്ത്രിമാരായ യശ്വന്ത് സിൻഹ, അരുൺ ഷൂരി എന്നിവരെല്ലാം തന്നെ നടത്തിയത്. അതോടൊപ്പം തന്നെ ആം ആദ്മിയുടെ MP സഞ്ജയ് സിംഗ് നൽകിയ ഒരു ഹർജി സുപ്രീം കോടതി പരിഗണനയുണ്ട്. പക്ഷെ ആ ഹർജി ഇന്ന് കോടതി പരിഗണിച്ചില്ല. അദ്ദേഹം ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കി പല വേദികളിലും പല സ്ഥലങ്ങളിലും തന്നെ വെച്ചുകൊണ്ട് തന്നെ സുപ്രീം കോടതിയെ കുറ്റം പറയുന്ന തരത്തിലുള്ള പല വാക്കുകളും സഞ്ജയ് സിംഗ് ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വാദങ്ങളെല്ലാം തന്നെ ഇന്ന് കോടതി കേൾക്കില്ലെന്ന് ചൂണ്ടിക്കാണിച്ചിരുന്നു. നിലവിൽ എന്തായാലും റഫാലുമായി ബന്ധപ്പെട്ട കാര്യം ഈ മിനിസ്ട്രി ഓഫ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് മിനിസ്ട്രിയിൽ നിന്ന് ചോർത്തപ്പെട്ടിരിക്കുന്ന കാര്യം കേന്ദ്ര സർക്കാർ തന്നെയാണ് സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. എന്തായാലും വലിയൊരു പോരാട്ടങ്ങൾ തന്നെ ഉണ്ടായി. എന്തായാലും കേസ് എന്തായാലും മാർച്ച് 14 മാറ്റിവെച്ചുകയാണ്. മാർച്ച് തന്നെ ഈ കേസ് വീണ്ടും പരിഗണിക്കുന്നുണ്ട്. റഫാൽ രേഖകൾ ചോർന്നതുമായി ബന്ധപ്പെട്ട ആഭ്യന്തര അന്വേഷണം പുരോഗമിക്കുകയാണെന്നാണ് അറ്റോർണി ജനറൽ KK വേണുഗോപാൽ കോടതിയെ അറിയിച്ചിരിക്കുന്നത്. നിലവിൽ ഇന്ന് ഉച്ചയ്ക്ക് ഭക്ഷണത്തിന് പിരിഞ്ഞ സമയത്ത് തന്നെ കോടതി ചൂണ്ടിക്കാണിച്ചിരുന്നു ഈ പറയുന്ന രേഖകൾ ചോർന്നു എങ്കിൽ ആ ചോർന്നതിന് എന്ത് നടപടി സ്വീകരിച്ചു. കാരണം ഒരു രാജ്യത്തിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയം
വിഷയമാണ്. എന്ത് നടപടിയാണ്, എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു അല്ലെങ്കിൽ അന്വേഷണം എന്ത് രീതിയിൽ നടക്കുന്നു എന്നുള്ള കാര്യങ്ങൾ ചോദിച്ചിരുന്നു. ഉച്ചയ്ക്ക് 2 മണിക്ക് കോടതി വീണ്ടും ചേരുമ്പോൾ വിശദമായ വിവരം നൽകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷെ അതിനുശേഷം തന്നെ അഡ്വക്കേറ്റ് ജനറൽ കെ വേണുഗോപാൽ വാദം നടത്തി. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നാളെ കോടതി വിശദമായി തന്നെ ഇതിന്റെ കാര്യം, ഈ വിഷയത്തിൽ, അതായത് റഫാൽ കരാറുമായി ബന്ധപ്പെട്ടുള്ള ഇങ്ങനെ ANAയ്ക്കും അതുപോലെ ദ ഹിന്ദു എന്ന ന്യൂസ് പേപ്പറിലെല്ലാം തന്നെ ചോർത്തി കിട്ടിയ വിവരങ്ങൾ എവിടുന്ന് കിട്ടി, അതിന്റെ ഉറവിടം ഏതാണെന്നുള്ള കാര്യത്തിൽ നാളെ രാവിലെ കോടതി വിശദമായ വിവരം അറിയിക്കാമെന്നാണ് അഡ്വക്കേറ്റ് ജനറൽ കെ വേണുഗോപാൽ അറിയിച്ചിരിക്കുന്നത്. രൂക്ഷമായി വിമർശിച്ച് സുപ്രീം കോടതി. അതേസമയം ഇപ്പോൾ തിരുവനന്തപുരം വിമാനത്താവളം അദാനിക്ക് നൽകിയതിൽ വൻ അഴിമതിയെന്ന CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. അദാനിക്ക് വിമാനത്താവളം ലഭിക്കുന്നത് മുതൽ മുടക്കില്ലാതെയാണ്. വിമാനത്താവളങ്ങൾ സ്വകാര്യവൽക്കരിച്ചപ്പോൾ വിചിത്രമായ മാനദണ്ഡമാണ് ഉയർന്നതെന്നും അദാനി കരാർ നടത്തിപ്പിൽ നിന്ന് പിന്മാറണമെന്നും കോടിയേരി ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. അദാനിക്ക് 1 ഉറുപ്പിക പോലും മുതൽ മുടക്കില്ലാതെയാണ് 30,000 കോടി രൂപ ആസ്തിയുള്ള ഈ വിമാനത്താവളം മോദിയും അദാനിയും കൂടി തട്ടിയെടുക്കുന്നത്. വിശദാംശങ്ങൾ ജീവൻ കുമാർ നൽകും. ജീവൻ, ഈ ഒരു വിഷയത്തിൽ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം അദാനി ഗ്രൂപ്പിന് കൈമാറുന്നതിലൂടെ ഏതെല്ലാം തരത്തിലുള്ള ക്രമക്കേടുകളാണ് മോദിയും അമിത്ഷായും അടക്കം ഏത് തരത്തിലുള്ള കൊള്ള നടത്താനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്? അതോടൊപ്പം തന്നെ ഈ ഒരു വിഷയത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഏത് തരത്തിലുള്ള പ്രതിഷേധ പരിപാടികളാവും ആഹ്വാനം ചെയ്യുക? വിശദാംശങ്ങൾ. ക്രിസ്ത്യൻ, തിരുവനന്തപുരം വിമാനത്താവളം അദാനി ഗ്രൂപ്പ് കൈവശപ്പെടുത്താൻ പോകുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് വാർത്താ മാധ്യമങ്ങളെ കണ്ട കോടിയേരി ബാലകൃഷ്ണൻ ഈ കൈമാറ്റവുമായി ബന്ധപ്പെട്ടുള്ള അഴിമതിയും അതോടൊപ്പം കൊള്ളയും കുംഭകോണവുമാണ് നടന്നിരിക്കുന്നതെന്ന് കോടിയേരി ബാലകൃഷ്ണൻ അദ്ദേഹം കുറ്റപ്പെടുത്തിയത്. വിമാനത്താവളം യൂസർ ഫീ ഇനത്തിൽ മാത്രം ഏതാണ്ട് 10,700 കോടി രൂപയാണ് അദാനിക്ക് ഈ കരാർ വഴി ലഭിച്ചത്. ലാഭം ചുരുങ്ങിയത് ഏതാണ്ട് 6,912 കോടി രൂപയാണെന്നും അദ്ദേഹം വാർത്താ മാധ്യമങ്ങളോട് പറഞ്ഞു. ബെഡ് പ്രകാരം അദാനി നൽകേണ്ടത് ആഭ്യന്തര യാത്രക്കാരന് 168 രൂപയും വിദേശ യാത്രക്കാരന് അത് ഇരട്ടിയോളവുമാണ്. അങ്ങനെ വരുമ്പോൾ കോടിക്കണക്കിന് രൂപയുടെ ലാഭം ഈ കാര്യത്തിൽ അദാനിക്ക് ലഭിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം അടക്കമുള്ള 5 വിമാനത്താവളങ്ങൾ സ്വകാര്യവൽക്കരിക്കുമ്പോൾ മുൻപ് ദില്ലി അതോടൊപ്പം മുംബൈ എന്നീ വിമാനത്താവളങ്ങൾ സ്വകാര്യവൽക്കരിച്ചിരുന്നപ്പോൾ പുലർത്തിയിരുന്ന മാനദണ്ഡങ്ങളോ മാതൃകകളോ ആയിരുന്നില്ല അതിനുവേണ്ടി സ്വീകരിച്ചത്. പ്രത്യേകിച്ച് ദില്ലിയും അതോടൊപ്പം മുംബൈയും റവന്യൂ ഷെയർ അടിസ്ഥാനത്തിലായിരുന്നു മാനദണ്ഡമെങ്കിൽ ഇത് ഇപ്പോൾ പെർ പാസഞ്ചർ എന്ന നിരക്കിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇത് വളരെ വിചിത്രമായ നിലപാടാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. അതോടൊപ്പം ലാൻഡിംഗ് ചാർജ് ഇനത്തിൽ മണി എക്സ്ചേഞ്ച് അതോടൊപ്പം ഷോപ്പുകൾ ലേലം കൊണ്ട വഴിയിലെല്ലാം വലിയ ഭീമമായ ലാഭം അദാനിക്ക് ലഭിക്കുമ്പോൾ വളരെ തുച്ഛമായൊരു തുക മാത്രമാണ് ഇതിൽ സർക്കാരിന് ലഭിക്കുക. അത് 50 വർഷത്തേക്ക് 168 കോടി രൂപ എന്ന് നിജപ്പെടുത്തുന്നതോട് കൂടി ഇതിൽ കാലാനുസൃതമായ വർധനവോ മറ്റു കാര്യങ്ങളോ ഇല്ലാത്തതും വളരെ ദുരൂഹമാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. എന്തായാലും ഈ ബിഡിൽ നിന്നും അദാനി പിന്മാറണം എന്നൊരു ആവശ്യം കൂടി അദ്ദേഹം മുൻപോട്ട് വെച്ചിട്ടുണ്ട്. അതോടൊപ്പം അദ്ദേഹം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ വരുന്ന 9-ാം തീയതി CPIM-ന്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. ഇപ്പോൾ അതിനായുള്ള മണ്ഡലം ലോക്സഭാ തെരഞ്ഞെടുപ്പ് മണ്ഡലം കമ്മിറ്റികൾ ചേരുകയാണ്. അത് ചേർന്ന് വിവരം നാളത്തെ CPIM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം കൂടി കഴിഞ്ഞ ശേഷം LDF ചർച്ച ചെയ്ത ശേഷമായിരിക്കും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക എന്നും അദ്ദേഹം വാർത്താ മാധ്യമങ്ങളോട് പറഞ്ഞു. വ്യക്തമാണ് ജീവൻ. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം അദാനി ഗ്രൂപ്പിന് കൈമാറുന്നതിലൂടെ വൻ അഴിമതിയാണ് ലക്ഷ്യമിട്ടിരിക്കുന്നതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പ്രതികരിച്ചു. അതോടൊപ്പം തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം മാർച്ച് 9 ഉണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സംസ്ഥാനത്തെ കർഷകർക്ക് ആശ്വാസമായി സർക്കാർ ഇടപെടൽ. കർഷകരുടെ എല്ലാ വായ്പകൾക്കും ഈ വർഷം ഡിസംബർ 31 വരെ മൊറട്ടോറിയം നീട്ടിയത് ബാങ്കുകൾ തത്വത്തിൽ അംഗീകരിച്ചു. ഈ കാലയളവിൽ വായ്പകളിൽ ജപ്തി നടപടികൾ ഉണ്ടാകില്ല. വാണിജ്യ പൊതുമേഖലാ ബാങ്കുകളെ കടാശ്വാസ കമ്മീഷൻ പരിധിയിൽ കൊണ്ടുവരണമെന്ന സർക്കാർ ആവശ്യം ബാങ്കുകൾ സ്വാഗതം ചെയ്തു. മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത സംസ്ഥാനതല ബാങ്ക് സമിതി പ്രതിനിധികളുടെ യോഗത്തിന്റേതാണ് തീരുമാനം.
പ്രളയത്തെ തുടർന്ന് വിളകൾ നശിച്ചു ദുരിതത്തിലായ കർഷകർക്ക് ആശ്വാസമേകുന്നതാണ് സർക്കാരിന്റെ ഇടപെടൽ. അടുത്ത ഒരു വർഷത്തേക്ക് കർഷകരുടെ കാർഷികേതര വായ്പകളിൽ ജപ്തി നടപടികൾ ഉണ്ടാകരുതെന്ന മുഖ്യമന്ത്രിയുടെ ആവശ്യം ബാങ്കുകൾ അംഗീകരിച്ചു. കടാശ്വാസ പരിധി 2 ലക്ഷമാക്കിയതും ബാങ്കേഴ്സ് സമിതി അംഗീകരിച്ചതായി കൃഷിമന്ത്രി വി.എസ്. സുനിൽകുമാർ പറഞ്ഞു. കർഷകരെടുത്തിരിക്കുന്ന കാർഷിക ലോണുകൾ മാത്രമല്ല, കർഷകര് കൃഷി ഉപജീവന മാർഗമായിട്ടുള്ള കർഷകരെടുത്തിരിക്കുന്ന കാർഷികേതര ലോണുകൾ അടക്കമുള്ള എല്ലാ ലോണുകൾക്കും ഡിസംബർ മാസം 31 വരെ മൊറട്ടോറിയം പ്രഖ്യാപിക്കണമെന്ന സംസ്ഥാന ഗവൺമെന്റിന്റെ നിർദ്ദേശം SLBC യോഗത്തിൽ അവർ തത്വത്തിൽ അംഗീകരിച്ചിരിക്കുകയാണ്. ഈ മൊറട്ടോറിയം പ്രഖ്യാപിച്ചിരിക്കുന്ന മേഖലകളിൽ, ആ പ്രദേശങ്ങളിൽ ടൈം ബാർ അവർക്ക് വെയ്വ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി സർക്കാർ ഉത്തരവിറക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. അടുത്ത ഒരു വർഷത്തേക്ക് കർഷകരുടെ കാർഷികേതര വായ്പകളിൽ സർഫാസി നിയമത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു നടപടിയും എടുക്കില്ലെന്ന് ബാങ്കുകൾ സർക്കാരിന് യോഗത്തിൽ ഉറപ്പു നൽകി. ഇതിനായി റിസർവ് ബാങ്കിന്റെ പ്രത്യേക അനുമതി വാങ്ങാനും തീരുമാനമായി. വാണിജ്യ പൊതുമേഖലാ ബാങ്കുകളെ കടാശ്വാസ കമ്മീഷൻ പരിധിയിൽ കൊണ്ടുവരണമെന്ന സർക്കാർ ആവശ്യം ബാങ്കേഴ്സ് സമിതി സ്വാഗതം ചെയ്തു. ഇടുക്കിയിലെ സ്ഥിതിഗതികൾ നാളെ കൃഷിമന്ത്രി വി.എസ്. സുനിൽകുമാർ ജില്ലാതല ബാങ്കേഴ്സ് സമിതി യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് വിലയിരുത്തും. പഞ്ചായത്ത് തലത്തിലും ഇനി കർഷകരുടെ യോഗം വിളിക്കാൻ തീരുമാനമായിട്ടുണ്ട്. അവിടെ ബാങ്ക് ഉദ്യോഗസ്ഥരെയും കർഷകരെയും ഒന്നിച്ചിരുത്തിയാകും യോഗം നടത്തുക. നേരത്തെ വായ്പയെടുത്ത കർഷകർക്ക് പുതിയ വായ്പ നിഷേധിക്കരുതെന്നും ബാങ്കേഴ്സ് സമിതിയോട് സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ പ്രഖ്യാപിച്ച എല്ലാ നടപടികളും റിസർവ് ബാങ്കിന്റെ അനുമതിയോടെയാകും നടപ്പാക്കുക. ഇതിനായി ഈ മാസം 12-ന് സഹകരണ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ RBI ഉദ്യോഗസ്ഥരുമായും കൂടിക്കാഴ്ച നടത്തും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.